نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون. നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരുടെ കണ്ണിനെ നാം മായ്ച്ചു കളയും, അവരെ നാം അന്ധന്മാരാക്കി കളയും, കണ്ണ് കാണാത്ത കുരുടന്മാരാക്കി കളയും. ഫസ്തബഖു സിറാത്ത, അങ്ങനെ അവർ സത്യത്തിന്റെ വഴിയിലേക്ക് അവർ വളരി വരികയാണ്. ഫഅന്നാ യുബ്സിറൂൻ, പക്ഷേ അവർക്ക് കാഴ്ച ശക്തിയില്ല, അവർ കാണാനുള്ള ശേഷിയില്ല. സഹോദരന്മാരെ, നല്ല വഴിയിലേക്ക് വരാൻ മനസ്സില്ലാത്തവരെ സംബന്ധിച്ചാണ് ഖുർആൻ ഇത് പറയുന്നത്. പ്രത്യേകിച്ചും മക്കയിലുള്ള ശത്രുക്കൾ, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ദൃഷ്ടാന്തങ്ങളും ആയത്തുകളും പറഞ്ഞു കൊടുത്തു. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ അത്ഭുതങ്ങൾ പറഞ്ഞു കൊടുത്തു. പക്ഷേ അവരതിന് ചെവി കൊള്ളുന്നില്ല. ഓരോ കാര്യം പറയുമ്പോഴും അവർ അത് നിഷേധിക്കുകയും അവർ തട്ടിക്കളയുകയുമാണ് ചെയ്യുന്നത്. അതാണ് അല്ലാഹു പറയുന്നത്, വലൗ നശാഉ ലതമസ്നാ അലാ അയ്യുനിഹിം, അവരെന്തേ അങ്ങനെ സ്വീകരിക്കുന്നില്ല? നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ അവരെ കണ്ണിനെ നാം തുടച്ചു മാറ്റിക്കളയും, പിന്നെ അവർക്ക് സത്യത്തിനെ മനസ്സിലാക്കാൻ കഴിയില്ല. അഅമൈനാഹും വഅദ്ലൽനാഹും എന്നാണ് ഇതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിന്റെ അർത്ഥം പറഞ്ഞത്. അങ്ങനെ അവർ വഅദ്ലൽനാഹും അനിൽ ഹുദാ, അവർക്ക് സന്മാർഗത്തിന്റെ വഴിയിൽ നിന്ന് നാം അവരെ തെറ്റിപ്പിച്ചു, സത്യത്തിന്റെ വഴിയിൽ നിന്ന് അവരെ തെറ്റിപ്പിച്ചു. സത്യം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ 1,24,000 വരുന്ന പ്രവാചകന്മാരിലൂടെ പഠിപ്പിച്ചതാണ്. ആ സത്യത്തെ ഒരാൾ ധിക്കരിച്ചാൽ അത് ഇസ്ലാം മതമാണ്, മഹാന്മാർ പഠിപ്പിച്ച മതമാണ്. അവർ പഠിപ്പിച്ച അതേ ശൈലിയിൽ അത് ഉൾക്കൊള്ളണം. അത് ഒന്ന് മാത്രമാണ്. എന്നാൽ അതിൽ നിന്ന് ഒരാൾ അല്ലാഹു തെറ്റിപ്പിച്ചാൽ അവൻ വഴി തെറ്റിപ്പോകും. ഫഅന്നാ യുബ്സിറൂൻ, പിന്നെ അവരെങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് സന്മാർഗം അവർ സ്വീകരിക്കുന്നത്? ഖുർആൻ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖി എന്ന് പറയുന്ന പണ്ഡിതൻ തന്റെ റൂഹുൽ ബയാൻ എന്ന തഫ്സീറിൽ ഇതിനെ സംബന്ധിച്ച് പറയാണ്, തഹ്ദീദുൽ ലി അഹ്ലി മക്ക വഹാസിലുഹു തഹ്ദീദുൽ ലി അഹ്ലി മക്ക. ഇത് മക്കക്കാരായ ആൾക്കാരെ, മക്ക നാട്ടുകാരായ അന്നത്തെ ശത്രുക്കളായ ഖുറൈശികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പേടിപ്പിക്കുകയാണ്. ബിത്തമസി, തമസ് എന്ന് പറഞ്ഞാൽ അവരെ കണ്ണ് തീരെ തുടച്ചെടുക്കുക, പിന്നെ അവർക്കൊന്നും കാണൂല, അവിടെ കണ്ണ് ഇല്ലാത്ത പോലെ. അങ്ങനെയും ഒരർത്ഥമുണ്ട്. മറ്റൊരർത്ഥത്തിൽ അവർക്ക് സത്യത്തെ കാണാൻ പറ്റൂല. ഖുർആൻ എങ്ങനെയാണ്? ഖുർആനിന് രണ്ടർത്ഥം ഉണ്ടാവും. ഒന്ന് ബാഹ്യമായ അർത്ഥം, ഒന്ന് ആന്തരികമായ അർത്ഥം. ഇപ്പൊ ചിലപ്പോൾ ഒരായത്തിന് നാം ഒരർത്ഥം പറയുമ്പോൾ അതിന്റെ മറ്റൊരർത്ഥവും ഉണ്ട്. അപ്പൊ രണ്ടർത്ഥവും ചിലപ്പോൾ പറയും, ചിലപ്പോൾ പറയൂല. പക്ഷെ ആവശ്യമുള്ളതാണെങ്കിൽ രണ്ടും പറയും, നമുക്ക് പഠിക്കേണ്ടതാണെങ്കിൽ. അപ്പൊ ഇവന് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖി റഹിമഹുല്ലാഹ് ഇതിന്റെ അർത്ഥം പറയുന്നു. രണ്ടർത്ഥവും ആ മഹാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇന്നല്ലാഹ തആല ഖാദിറുൻ അലാ ദാലിക, അള്ളാഹ് എങ്ങനെ അവരെ കണ്ണ് തുടച്ചെടുക്കാൻ പറ്റും? അവരെ കണ്ണ് തീരെ ഇല്ലാത്ത പോലെ അവരെ നശിപ്പിക്കാനും അള്ളാഹ്ക്ക് പറ്റും. അള്ളാഹു തആല പറയാണ്, വലൗ നശാഉ ലതമസ്നാ അലാ അയ്യുനിഹിം, നാം ഉദ്ദേശിച്ചാൽ എങ്ങനെ ചെയ്യും? പക്ഷേ അള്ളാഹു ഇത് ചെയ്തിട്ടില്ല, അത് വേറെ വിഷയമാണ്. അങ്ങനെ അള്ളാഹു ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഇതിനു മുമ്പ് അങ്ങനെ അള്ളാഹു ചെയ്തിട്ടുണ്ടോ? അതായത് മുമ്പത്തെ ഏതെങ്കിലും ഒരു നബിമാരുടെ സമുദായത്തിന് അള്ളാഹ് ഇങ്ങനെ ശിക്ഷിച്ചിട്ടുണ്ടോ? അതുണ്ട്. കമാ ഫഅല ബിഖൗമി ലൂത്തിൻ ഹീന കദബൂഹു വറാവദൂഹു അൻ ളൈഫിഹി. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് വിരുന്നന്മാർ വന്നു. അപ്പോൾ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ നാട്ടുകാരൻ നബിയെ കൊണ്ട് വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, അവർ തിന്മ ചെയ്യുന്ന തമ്മാടികളുമായിരുന്നു. എന്നാൽ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് വിരുന്നന്മാർ വന്നപ്പോൾ അവരെ ആക്രമിക്കാൻ വേണ്ടി പോയി. ആ നാട്ടുകാർ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമായിരുന്നു. ഖുർആൻ തന്നെ പറയുന്നു, അവർ പെണ്ണുങ്ങൾക്ക് പകരം ആൺകുട്ടികൾ ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു സമുദായമായിരുന്നു. ലോകത്താരും ചെയ്യാത്ത ആദ്യത്തെ തിന്മയാണത്. പരിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി ശകാരിച്ച
ആക്ഷേപിച്ച കാര്യമാണ്. ഇവർ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ നാട്ടുകാരെ ശിക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകളെ ഇറക്കുകയാണ്. ആ മലായികത്ത് അവരെ വീട്ടിൽ സുബ്ഹാനല്ലാഹ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിലേക്ക് നല്ല ആൺകുട്ടികളുടെ രൂപത്തിൽ വരികയാണ്. ഇവർ വിചാരിച്ച് ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടന്നു. നാട്ടുകാർ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ വീട്ടിലേക്ക് അതിഥികളായി ചെറുപ്പക്കാർ എത്തി എന്ന കാര്യം അറിഞ്ഞപ്പോൾ അവർ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ വീടുമായി വളഞ്ഞു വന്നു. സുബ്ഹാനല്ലാഹ്, അവർ വന്നിട്ടതാ ഈ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനോട് പറയാണ്, നിന്റെ കുട്ടികളെ നീ പുറത്തേക്ക് ഇറക്ക്. ലൂത്ത് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇല്ല ഇല്ല, എന്റെ വിരുന്നുകാരാണ്, ഞാൻ അവരെ തരൂല. ആ സമയം ലൂത്ത് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എന്റെ പെൺമക്കളുണ്ട്, വേണമെങ്കിൽ കല്യാണം കഴിച്ചോളൂ. അവർ പറയുന്നു, ലൂത്തേ, നിന്റെ പെൺമക്കൾ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ഞങ്ങൾക്ക് നിനക്കറിയാമല്ലോ. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം വല്ലാത്ത ബേജാറായി പോയി. എനിക്ക് വല്ല കുടുംബക്കാരും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരെയും പിടിച്ച് ഞാൻ നിങ്ങളെ പുറത്താക്കിയുമായിരുന്നു, നിങ്ങൾക്കിതിന് ഞാൻ വേണ്ടത് ചെയ്യുമായിരുന്നു. ലൂത്ത് നബി അലൈഹി സ്വലാം പറഞ്ഞു, എനിക്കും വല്ല ശേഷിയുമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ തടയുമായിരുന്നു. ആ സമയം ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ വിഷമം കണ്ടപ്പോ വന്ന ആൾക്കാര് പറഞ്ഞ്, അവർ ആൺകുട്ടികളോ അല്ലെങ്കിൽ ചെറുപ്പക്കാരോ മനുഷ്യരോ അല്ല, അവരാരാണ്? അവർ അല്ലാഹുവിന്റെ മലായികത്താണ്. അവർ പറഞ്ഞു, ഖാലൂ യാ ലൂത്ത് ഇന്നാ റസൂലു റബ്ബിക. ലൂത്ത് നബിയെ, നിങ്ങൾ ബേജാറാകേണ്ടതില്ല, ഞങ്ങൾ അള്ളാഹുവിന്റെ ദൂതന്മാരായ മലക്കുകളാ. ലൻ യസിലൂ ഇലൈക, ഒരിക്കലും അവർ നിങ്ങളടുത്തേക്ക് അവർ എത്തൂല, ഞങ്ങളെ ആക്രമിക്കാൻ അവർക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഫസ്രി ബിഅഹ്ലിക ബിഖത്ഇൻ മിനൽ ലൈലി, രാത്രിയിൽ തന്നെ സുബഹിക്ക് മുമ്പ് തന്നെ നിങ്ങൾ ഈ നാട് വിട്ടോളൂ, ഈ നാട് വിട്ട് നിങ്ങൾ പൊക്കോളൂ. വലാ യൽതഫിതു മിൻകും അഹദുൻ, എന്നാൽ പോകുന്ന സമയത്ത് നിങ്ങൾ ആരിങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പാടില്ല. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ആ നാട്ടുകാരായ കുറച്ചുമുള്ള മുസ്ലിമീങ്ങളോടും അവർ പറയുകയാണ്, പക്ഷേ ഇല്ലംറഅതക ഇന്നഹു മുസീബുഹാ മാ അസാബഹും, പക്ഷേ നിങ്ങളുടെ ഭാര്യ അവൾ തിരിഞ്ഞു നോക്കും, അവൾക്ക് ആ നാട്ടുകാർക്ക് എന്താണോ ശിക്ഷ ഭവിക്കുന്നത് അതേ ശിക്ഷ അവൾക്കും കിട്ടാനിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ വന്ന മലായികത്ത് പറയുകയുണ്ടായി. സഹോദരന്മാരെ, അങ്ങനെ ഈ വന്ന ആൾക്കാരിൽ ഒരാൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമായിരുന്നു, മറ്റത് മീകായിൽ അലൈഹി സ്വലാമായിരുന്നു. എന്നാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ അടുത്തേക്ക് ഇറങ്ങുകയാണ്, ഈ ശത്രുക്കളുടെ അടുത്തേക്ക്. നാം വിചാരിക്കണം, നാം മനസ്സിലാക്കി വെക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ആക്രമിക്കുന്നവരെ ആക്രമിക്കാൻ മലക്കുകളെ കൊണ്ട് സഹായിക്കും. അള്ളാഹ്ക്ക് വലിയ കാര്യമല്ല. നാം ഇവിടെ ഇപ്പൊ ചില ആൾക്കാർ പറയലുണ്ട്, ഫാസിസ്റ്റുകളും മറ്റും വന്നപ്പോൾ നാം ഒറ്റപ്പെട്ട് നിന്നാ പോരാ, നാം ശക്തമായി എതിർക്കണം. ഞാൻ പറയുന്നത് എതിർത്തത് കൊണ്ട് ഒരു കാര്യവുമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ വേണ്ടതെന്താണ്? ഈമാനാണ്. ലൂത്ത് നബി അലൈഹി ഇസ്ലാം ശത്രുക്കളെ നേരിട്ട ഈമാൻ, നൂഹ് നബി അലൈഹി ഇസ്ലാം നേരിട്ട ഈമാൻ, അങ്ങനെ ലോകത്തുള്ള പ്രവാചകന്മാരും ഔലിയാക്കന്മാരും അവരുടെ കറാമത്തുകളും ഉചിതത്തുകളും വെച്ചുകൊണ്ടാണ് അവർ നേരിട്ടത്. എന്നാൽ അല്ലാഹു ഖുർആനിൽ ഈ കാര്യം വ്യക്തമായി പറയുന്നുണ്ട്, അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ എവിടെ പോയാലും തോറ്റു പോകൂല, നിങ്ങൾ പരാജയപ്പെടൂല. പക്ഷേ നിങ്ങൾക്ക് ഈമാൻ വേണം, നിങ്ങൾ നിസ്കരിക്കുന്നവരാകണം, അള്ളാഹുവിൽ ശരിക്കും വിശ്വാസം വേണം, അമ്പിയാക്കൾ വിശ്വാസം വേണം, ഔലിയാക്കൾ വിശ്വാസം വേണം. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ തെറ്റാതെ നിങ്ങൾ പാലിക്കണം. എന്നാൽ നിങ്ങളെ ഇവിടെ ആക്രമിക്കാൻ ഒരു ശത്രുവിനും സാധ്യമല്ല. അപ്പൊ ഞാൻ പറയും, അത് അന്നത്തെ കാലമല്ലോ ഉസ്താദേ, ഇത് ഖിയാമത്ത് നാളാണല്ലോ. ഖിയാമത്ത് നാൾ അങ്ങനെയുള്ള മുഅ്ജിസത്തുകൾ നടക്കുവോ? ഖിയാമത്ത് നാൾ കറാമത്ത് നടക്കുവോ? ഞാൻ പറയുന്ന ഇന്റർനെറ്റിന്റെ കാലമാണ്, കമ്പ്യൂട്ടറും ടെക്നോളജിന്റെയും കാലമാണ്, IT വളരെ പുരോഗമിച്ച കാലമാണ്. അപ്പൊ ഇസ്ലാം എക്കാലത്തും പുരോഗമിക്കുകയേ ഉള്ളൂ. ഇസ്ലാം ഒരിക്കലും പിന്നോട്ട് പോകില്ല. അൽഹഖു, സത്യം എപ്പോഴും അൽഹഖു യഅലു, സത്യം എപ്പോഴും മേപ്പോട്ടാണ്, കീപ്പോട്ടാവൂല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്റർനെറ്റ് കൊണ്ട് ഇന്ന് ഇവിടെ നാട് നടക്കുകയാണെങ്കിൽ, ഈ രാജ്യം നടക്കുകയാണെങ്കിൽ അതിലും വലിയ ഇന്റർനെറ്റാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കറാമത്ത് അന്നത്തേക്കാൾ ഇന്ന് വളരെ കൂടുതലായി കാണും, സംശയം വേണ്ട. പക്ഷെ ഈമാൻ വേണം. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. ഹത്താ യഅതിയഹും അംറുല്ലാഹ്, ഖിയാമത്ത് നാൾ വരുന്നതുവരെ ഇവിടെ സത്യം നിലനിൽക്കും.
ഇവിടെ കറാമത്ത് നിലനിൽക്കും, നബിമാരുടെ മുഅ്ജിസത്ത് നിലനിൽക്കും, ഇസ്ലാം നിലനിൽക്കും. അപ്പൊ നാം ഒരൊറ്റ കാര്യമേ വേണ്ടൂ. എന്താ വേണ്ടത്? നാം അള്ളാഹുവിൽ ശരിക്കും വിശ്വസിക്കണം, പടച്ചവനെ വിശ്വസിക്കണം. അതല്ലെങ്കിൽ നമുക്ക് രക്ഷ കിട്ടൂല. ഇരിക്കട്ടെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നവരെ നശിപ്പിക്കുകയുണ്ടായി. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഞാൻ പറയും. അങ്ങനെ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന അവരെ ശിക്ഷിച്ചു. ശിക്ഷിച്ചതിന്റെ രൂപം അത് വിശാലമായിട്ട് പറയാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഒരൊറ്റ വിഷയം മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ ആയത്തുമായി സംബന്ധപ്പെട്ട, യാസീന്റെ ആയത്തുമായി സംബന്ധപ്പെട്ടതാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഫളറബ ഉജൂഅഹും ബിജനാഇഹി ളർബതൻ ഫതമ്മസ അയ്യുനഹും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ചിറക് കൊണ്ട് അവരെ മുഖത്തേക്ക് അടിച്ചുപോയി. ആരെ? ലൂത്ത് നബി അലൈഹിസ്സലാമിനെ ആക്രമിക്കാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരാണെന്ന് വിചാരിച്ച് മലായികത്തിനെ ആക്രമിക്കാൻ വേണ്ടി വന്ന ആ തമ്മാടികളുടെ മുഖത്തേക്ക് ചിറക് കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടിച്ചു കളഞ്ഞപ്പോ അവരെ കണ്ണുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി, കണ്ണ് തെറിച്ചു പോയി. അപ്പൊ ഇങ്ങനെ അള്ളാഹു നശിപ്പിച്ച സംഭവം